ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ബോറടിച്ചിട്ട് ഞാൻ കുറേ നേരം ആലോചിച്ച് അങ്ങോട്ട് പോവാം. എണീറ്റപ്പോൾ ഉച്ചയ്ക്ക് തന്നെ എണീറ്റ് തന്നെ. പിന്നെ ഇപ്പോൾ അതാ 3 മണി അമ്പലത്തിൻ്റെ ഭാഗത്ത് കൂടെ മേലെ വലിയച്ഛൻ്റെ വീട്ടിൽ ആ ഭാഗത്ത് വലിയച്ഛനുണ്ട്. അന്ന് നാരങ്ങൊക്കെ നിന്ന് ആ സ്ഥലം ആ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും വീട്ടിൽ നിന്ന് ബോറടിച്ചെന്ന് ഞായറാഴ്ചയും കൂട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിയ അവിടെ അടുത്ത 2 ചെക്കന്മാരുണ്ടാവും. അവരടുത്ത് പോയിട്ട് വെറുതെ എങ്ങനെ വർത്തനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയ. അയ്യോ നല്ല കാറ്റുണ്ട്, നല്ല കിളികൾ. ഈ ഞായറാഴ്ച കൊണ്ട് കിളികൾക്ക് അവധിയാണ് തോന്നുന്നു. ഫുള്ള് സൗണ്ടാണ്. എൻ്റെ വീട്ടിലൊക്കെ കാണണം കുറേ കിളികൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഈ സാധനം ഉണ്ടല്ലോ പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ പറിക്കും, അതാ ചെടി മൊത്തം വന്ന് ഇങ്ങനെ പറിച്ചിട്ട് വാള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീശി കളിക്കും. ഇങ്ങനെ കാട്ടി അടിപൊളിയായിരുന്നു. അവിടെ ഞങ്ങൾ പണ്ട് വണ്ടി കാത്തിക്കുക, ജീപ്പിൽ ഞങ്ങൾ സ്കൂളിൽ പോവാം. ഇവിടെ വന്ന് വണ്ടി കാത്തിക്കും. വണ്ടി കാത്തുനിന്ന് സ്കൂളിൽ പോയി വൈകുന്നേരം ആകുമ്പോൾ ഇത് കൂടെ വരും. എന്നിട്ട് ഈ സാധനം പറിച്ചിട്ട് ഇങ്ങനെ വീശി കളിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ടാവും, 4-8 ആൾക്കാരുണ്ടാവും. ഇങ്ങനെ വീശി കളിക്കും. വാളെന്ന് പറഞ്ഞിട്ട് രാജാവ് റാണി രാജാവല്ല, യുദ്ധമായിരിക്കും ഈ വാളും കൊണ്ടൊക്കെ. അന്ന് കൃഷ്ണ ജയന്തിക്ക് തൂക്കിയിട്ട ഓലേൻ്റെ അതാക്കളും ഉണ്ടല്ലോ അവിടെ വാടി കിടക്കണ്. മറ്റേ ഉണക്കമുന്തിരിൻ്റെ കളറായി. ആരും ഒന്നല്ല, ഞാൻ വെട്ടിയിടും ഗൈസ്. എൻ്റെ അടുത്ത് വലിയ വാളുള്ളത് ബാഹുബലിൻ്റെ കയ്യിലുള്ള വാളാണ്. ആര് വന്നാലും 2 വര മതി. അതിൻ്റെ കുടലൊക്കെ പുറത്തേക്കാണ് വരും. കണ്ടോ ഇത്ര മൂർച്ചുള്ള കത്തിയാ, 2 വര വരച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഉണക്കമുന്തിരി പോലത്തെ സാധനം. ഗാങ്ങായിട്ടായിരിക്കും ഇതുണ്ടല്ലോ റോഡ് സൈഡ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കയറുമ്പോൾ ഒരു സ്പെഷ്യലൊരു കാറ്റുണ്ടാവും. അതിൻ്റെ നടുവ് കൂടെ പോകാൻ തന്നെ ഒരു ഭാഗ്യം വേണം. ഫുള്ള് 2 സൈഡ് കാറ്റടി. പണ്ടൊക്കെ ഇവിടെ കോൺക്രീറ്റ് ഇട്ട സമയത്ത് അവിടെ ഒരു വളവുണ്ട്, അതിൽ ഞാനെന്തൊക്കെ ഓടിയിട്ട് നെറ്റ് പൊട്ടി ഇവിടെ ആയിട്ട്. ക്ലിയർ എനിക്ക് ഓർമ്മയുണ്ട് എവിടെ വീണേന്ന്. അന്നൊക്കെ കട്ടറായിരുന്നു. ഇത്ര വലിയ കല്ലിങ്ങനെ പൊന്തിയും കിടക്കും കൂർത്തിട്ട്. ഇതോ ഈ വളവിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വീണേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ അന്തസ്സായിരുന്നു. നീ കൊണ്ട് ആ ഭാഗത്ത് ഇങ്ങോട്ടുള്ള വഴി കൂടെ നമ്മൾ പോകേണ്ടത്. അപ്പോൾ വന്നത് ആ ഈ വഴിക്കൂടെ പോയ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തും എസ്റ്റേറ്റിൻ്റെ കുളമൊക്കെ ഉണ്ട്. ഈ ഇവിടെ ഒരു കിണറുണ്ട്. ഇതാണ് പാമ്പുണ്ടാവണ്ട അമ്പാ. എവിടെ നന്ദു തവള? ആ വടിയിലോ അട്ടിക്കട്ടി കേൾക്കണം നമുക്ക്. അത് മറ്റേ എന്താ പറയുക, യൂട്യൂബിലൊക്കെ കാണൂലേ, എന്തോ ഫാഷനായിട്ട് വളർത്തുന്ന ഫാഷനും പെറ്റ്സും ബ്രീഡ് ചെയ്ത് ഇങ്ങനെ കൂട്ടുന്ന സാധനം പോലെ ഉണ്ട്. തവളനെ കാണുമ്പോൾ ഉണ്ടല്ലോ നെഞ്ച് കടന്ന് ചണ്ടോട്ടും. ഇല്ലേ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറേൻ്റെ ഭാഗമല്ലേ? ചെറിയൊരു കഷ്ണം വെച്ചാൽ ഇങ്ങനെ കുഞ്ഞാക്കി മാത്രം ബാക്കി തന്നെ. ടെക്നോളജിയാ
അവിടെ നിന്ന് മുറിക്കാം. വാ, ചെറിയ തണ്ണിമത്തൻ വാട്ടർ മില്ലൻ ഒട്ടയ്ക്ക് തൂറ്റില്ല. കുറേ ഇരുന്ന് സ്ഥിതിക്ക് അവന് തൂറ്റ നാരങ്ങയൊക്കെ തിന്ന് നിറച്ചിട്ട് തൂറ്റില്. നിനക്ക് തൂറ്റില്ലാന്ന് പറഞ്ഞോ? ആ തൂറ്റില്ലാന്ന് പറഞ്ഞോ? ആ സത്യം പറയാ. ഇടണ്ട. അതിനല്ലേ ഇടണ. പിന്നെ ഓ മനുഷ്യൻ്റെ നീ ഇടണ്ട. അത് അതങ്ങാണ്ട് ജീവനെ കൊണ്ട് ഓടി. ഞാൻ അവിടെ നിന്ന് വല്ല എന്തോ 10 അതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് കുറച്ച് പറഞ്ഞ് കുറച്ച് 2-3 ഗെയിം കളിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകുന്നു. ഇപ്പം വൈകുന്നേരം മഴ പെയ്യുന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. പക്ഷെ കാലാവസ്ഥ ഇടയ്ക്ക് നമ്മളെ വടക്കുണ്ട്. മഴ പെയ്യുന്ന കാർമയൊക്കെ മൂടിക്കളഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ മഴയുണ്ടാവില്ല. ഇപ്പോൾ 5 മണി ആയിക്കണം. ഇപ്പോൾ നേരെ വീട്ടിൽ പോകാം. എന്നിട്ട് എന്താ പരിപാടി വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണിക്കും എന്താ പരിപാടി. ഒരു പരിപാടി ഇല്ലെങ്കിൽ ഗെയിം കളിച്ചിപ്പോൾ. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ പറയുക, കിങ്ങിണിയില്ലേ, കിങ്ങിണി ഇന്നലെ ഉണ്ടാക്കി കറി എന്നിട്ടാണ് അവൾക്ക് ഛർദിയായിരുന്നു. ഛർദി ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയ കറി എന്തോ ഉണ്ടാക്കിയ എനിക്ക് ഇന്നലെ തോന്നി കറി എന്തായാലും കോളായിക്കണം. അവിടെ ഉണ്ടാക്കി കറി എന്തായാലും കോളായിക്കണം. കൂട്ടണം എന്തായാലും പണി കിട്ടും. അയച്ച് ഞാൻ കൂട്ടിയില്ല കറി. ഞാൻ പൊരിച്ചതും കൂട്ടിയിരുന്നു. എന്നിട്ട് രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് അവൾക്ക് നല്ല എന്താ പറയുക ഛർദിയൊക്കെ. നീ ചോറല്ലേ ഇപ്പോഴാണ് ചോറുന്നു. കറി എന്താ? ചോറ് കഴിച്ചതിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഞാൻ വിചാരിച്ചിട്ട് പോലില്ല. ഞാനും ഇപ്പോൾ പൊരിച്ചതിലൊക്കെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിരിക്കണം. എന്തൊക്കെയോ സ്പെഷ്യലി മസാല ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അരച്ച് പിരിച്ചിട്ട് എന്തൊക്കെയോ കുഴച്ച് ഇതാക്കിയിട്ട് വറുത്തെടുത്ത് അതിനെക്കാട്ടി പിന്നെ മണക്കുമ്പോൾ കാണാം എന്തോ മൂക്കിൽ കുത്തണ മണം. എന്താ ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇവിടെ എടുത്തന്നെ കേട്ടോ. കുരുമുളക് ഉണ്ടല്ലോ പൊടിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് പൊടിച്ചിട്ട് മൊത്തം അതിലേക്ക് അങ്ങിട്ട് ഞാൻ കുറച്ച് ഉഷാറാവെന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അതിനെക്കാട്ടി മുന്നേ എന്താ പറയുക ഒരുമാതിരി മൂക്കിൽ കുത്തി കയറണം. ഒരു രക്ഷയിലായിരുന്നു. അതൊക്കെ ഇതായിട്ട് രാവിലെ ഞാൻ ചോറ് കഴിച്ചപ്പോൾ കറി കൂട്ടാത്ത എന്തായാലും നന്നായി. കറി കൂട്ടിയവരൊക്കെ ഇന്ന് ഛർദ്ദിച്ചിക്കണ്. കിങ്ങിണി ഇന്ന് ഛർദ്ദിച്ച്. ഞാൻ വിചാരിച്ച് ഇതെന്താ രാവിലെ ഉണ്ട് അമ്മ റൂമിന് വിളിക്കണ്. ഈ റൂമിൽ പാരസിറ്റമോൾ ഗുളിക ഉണ്ട്. ഈ റൂമിൽ വാലോർക്ക് സംഭവം. ഞാൻ വാല് വിട്ടിട്ട് ഇവിടെ പുറത്തെ റൂമാണിത്. കോല റൂം എന്ന് പറയും. സിറ്റൗട്ട് ആവാതുള്ള റൂമാണ്. വാലോർക്ക് ഇവിടെ പാരസിറ്റമോൾ ഗുളികയുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇന്ന് ഞായറാഴ്ച കൂടി ആയിരുന്നല്ലോ, പണിയില്ലല്ലോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തുറന്ന്. ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. ഒരുത്ത മേലെ വീട്ടിലാണ്, അവൻ കൂടാൻ വരും. പിന്നെ അവൻ തുറന്ന് പോയി. പിന്നെ ഇവിടെ ഫുള്ള് ക്ലീനിങ്. ഇവിടെ ജനല് പിന്നെ അവിടെ എല്ലായിടത്തും ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക, കട്ടലടിയൊക്കെ തുടയ്ക്കുക. ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. എന്നിട്ട് എണീറ്റ് ഞാൻ 12 മണിക്കാണ് എണീറ്റ്. ഇന്നലെ ഉറങ്ങിയതിന് കുറേ നേരം വൈകിട്ട് ഉറങ്ങി. എത്ര ഒരു 5 മണി 4 മണിയൊക്കെ കുറേ എന്താ. ഇന്നലെ ഞാൻ എന്തോ ഓരോ വട്ടം ഗെയിം കളിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരുത്തും വിളിച്ച് അവരൊപ്പം കളിച്ച് കുറേ പിന്നെ എത്ര ആൾക്കാരെ വിളിച്ച് കളിച്ച് സമയം കുറേ എനിക്ക് എഡിറ്റ് ചെയ്യാനും കുറേ സമയമായി. പിന്നെ അപ്ലോഡ് ആക്കാൻ അതിനും കുറേ സമയമായി. എല്ലാം കൂടി കൂട്ടിയിട്ട് ഫുള്ള് 4 മണി 5 മണി ആയി ഉറങ്ങി. എപ്പോൾ ഇന്ന് പുലർച്ചയ്ക്ക് അത്ര സമയം വരെ എനിക്ക് സമയം പോകണ അറിയണില്ല. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ
ഇത് എല്ലാം പറഞ്ഞാൽ വെയിലിൻ്റെ സൂര്യനൊക്കെ അതൊക്കെ അങ്ങനെ അറിയും. രാത്രി ആയിക്കൊണ്ട് ഇരുട്ടായിക്കൊണ്ട് ഇവിടെ തണുപ്പാണ്, അറിയണില്ല. രാവിലെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് ലൈറ്റ് അടച്ച് ഗെയിം കളിക്കാറില്ല. ഇങ്ങനെ നോക്കുമ്പോൾ സമയം പോകണ അറിയണില്ല. ഞാൻ കുറേ ബുക്ക് വായിച്ച്, കുറേ എന്താ പറയുക ഗെയിം കളിച്ച് കുറേ നേരം കടന്നു. പിന്നെ സമയം നോക്കിയപ്പോൾ 5 മണി. എന്നിട്ട് ഞാൻ കടന്നു തുടങ്ങി. എണീറ്റ് ഉച്ചക്ക് 12 മണി കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് തന്നെ. അതൊരു കാര്യം. ഇന്ന് മലയിൽ പോയപ്പോൾ അവിടെ ഒരുത്തന് തൂറ്റില്. മലയിൽ പോയപ്പോൾ അവിടെ ഒരുത്തന് തൂറ്റില്. ഞാൻ വിചാരിച്ചില്ല. ഞാൻ മലയിൽ പോയി ഇന്നലെ അവിടെ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവൻ ഇന്നലെ ഓർത്ത് ഞങ്ങളൊക്കെ ഇന്നലെ അവൻ്റെ വീട്ടിൽ പോകുന്നു വിചാരിച്ചെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇന്നലെ ഞങ്ങളൊക്കെ അവിടെ പോകുന്നു വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ പോയപ്പോഴാണ്, രാവിലെ അല്ല, ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3-4 മണിയായപ്പോൾ പോയപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ വിളിക്കാൻ വേണ്ടി ഇന്നായിരുന്നു അങ്ങനെയൊക്കെയാണ്. പിന്നെ പക്ഷെ ഇന്ന് രാവിലെയാണ് തൂക്കി പിടിച്ചത്. ഇന്ന് രാവിലെയാണ് കിങ്ങിണിക്ക് ഛർദിയും പിടിച്ചത്. പോയപ്പോൾ അവിടെ നിന്ന് ഒരു വത്തക്കയും കിട്ടി. പിന്നെ അവിടുന്ന് വേറെ ഒന്നും നിന്നില്ലല്ലോ. പാൽച്ചായ ഉണ്ടായിരുന്നു, ഒരു വത്തക്കയും പാൽച്ചായ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി വീട്ടിലെത്തി. കുറവില്ല, അവൾക്ക് പിന്നെയും കുറവില്ല. ഇപ്പോഴും അറിഞ്ഞ വെയ്യാതെ കിടക്കുന്നുണ്ട്. വെയ്യാതെ കിടക്കാണ് അഭിനയിക്കാണെന്ന് ആര് കണ്ട്? അത് അവൾക്കെല്ലാം അറിയാം, അഭിനയിക്കാണ് വേറെ ഇതാക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണുക. ടാറ്റാ, ബൈ ബൈ.